നമ്മുടെ അറിവും ദൈവത്തിന്റെ അറിവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ദൈവം സകലതും അറിയുന്നവനാണ്, സകലതും സൃഷ്ടിക്കുന്നവനാണ്. എന്നാൽ നാം അംശമായിട്ട് മാത്രമേ പല കാര്യങ്ങളും ഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു കഥ ഈ തരുണത്തിൽ ഓർമ്മ വരികയാണ്. 15 വർഷത്തിന് മുമ്പ് അമേരിക്കയിലേക്ക് മിഗ്രേറ്റ് ചെയ്യുവാൻ ഇന്റർനെറ്റിൽ ഞാൻ അതിനാവശ്യമായ ഫോം ഡൗൺലോഡ് ചെയ്ത് ഓരോന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഫില്ല് ചെയ്തു. എല്ലാം വളരെ കറക്റ്റായിട്ടെന്ന് എനിക്ക് തോന്നിയതെല്ലാം എൻ്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും എല്ലാം ഞാനത് നന്നായിട്ട് ഫില്ല് ചെയ്തു. പല ചോദ്യങ്ങളും എനിക്ക് മനസ്സിലായില്ല. എങ്കിലും എൻ്റെതായ അറിവിൽ അതിനെല്ലാം ഉത്തരം കൊടുത്തു. എന്നിട്ട് ഞാൻ വളരെ മനോഹരമായി അത് സബ്മിറ്റ് ചെയ്തു. അല്പസമയത്തിനകം എനിക്കൊരു മറുപടി കിട്ടി. നിർഭാഗ്യവശാൽ എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റായി. അതിനൊരു കാരണം അവരത് കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും നീ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അവർ മെൻഷൻ ചെയ്തതിന് ശേഷം ഒരു ആശ്വാസവാക്കും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ബുദ്ധിയിൽ കൂടെ ചെയ്തതെല്ലാം അത് വിഫലമായി പോയി, ഇനി അതൊരു ദൈവയിഷ്ടമല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് വിട്ടുകളഞ്ഞു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ചില പ്രയാസങ്ങളും അല്ലെങ്കിൽ മാനസികമായി പല കലക്കങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഞാൻ വളരെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട പല സാഹചര്യങ്ങളിൽ കൂടെയും കടന്നുപോയി. അപ്പോൾ ഞാൻ ഒരു രാത്രിയിൽ ഒരു ദർശനം കാണുകയുണ്ടായി. 15 വർഷത്തിന് മുമ്പ് ഞാൻ ഫില്ല് ചെയ്തതായ ആ ഫോം ദൈവം കമ്പ്യൂട്ടറിൽ എന്നെ കാണിച്ചു. അതിനുശേഷം ഒരു മനുഷ്യൻ എന്നെ കാണിക്കുന്നത് പോലെ, ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ, അതിൽ കൊടുത്തിരിക്കുന്നതായ വിവരങ്ങളുടെ എല്ലാം തെറ്റായ കാര്യങ്ങളെല്ലാം അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നു. അദ്ദേഹം പറയുകയാണ്, ഇതിൽ കൊടുത്തിരിക്കുന്നതായ ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും നിനക്കുള്ളതല്ല. നീ അറിയുന്ന ചോദ്യങ്ങളുണ്ട്, നീ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചിലതെല്ലാം നിന്നെ സംബന്ധിക്കാത്തതായ അല്ലെങ്കിൽ നീയുമായിട്ടുള്ളതായ വിഷയങ്ങളിൽ പരാമർശിക്കാത്ത വിഷയങ്ങളാണ്. അവിടെ നീ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല, നോട്ട് ആപ്ലിക്കബിൾ എന്ന് ആണ് നീ ചേർക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നിനക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ കോളം വിടണം. എന്നാൽ ഞാൻ വിചാരിച്ചു, ഏതെങ്കിലും കോളങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അതൊരു തെറ്റായ ദിശയാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പലതും റോങ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതെന്റെ ജീവിതത്തിൽ ദൈവം അത് കാണിച്ചതിന് ശേഷം എന്നോട് പറയുകയാണ്, ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും നാം മൗനമായിരിക്കേണ്ടതായ പല ഇടങ്ങളുമുണ്ട്. എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഉത്തരം കൊടുക്കേണ്ടതായ ചോദ്യങ്ങളല്ല. എല്ലാ കാര്യങ്ങളിലും നാം മറുപടി കൊടുക്കേണ്ടവരല്ല. ദൈവത്തിനു വേണ്ടി പല കാര്യങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തിക്കായി വിട്ടുകൊടുക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്തി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തയ്ക്കായി ഒരു വചനം തരികയാണ്. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു, ഇതാ ഞാൻ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുന്നു, അത് ഉടനെ സംഭവിക്കും, അത് പെട്ടെന്ന് സംഭവിക്കും. എന്താണ് ആ പുതിയതെന്നറിയാമോ? മരുഭൂമിയിൽ ഞാൻ ഒരു വഴി ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികൾ ഉണ്ടാക്കും. അത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം. ഇതാണോ ദൈവം ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ദൈവം ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾ. മരുഭൂമിയിൽ വഴികൾ ഉണ്ടാക്കിയാൽ ആർക്കാണ് അറിയുന്നത്? നമ്മളെല്ലാവരും മരുഭൂമി കണ്ടിട്ടുള്ളവരാണ്. മരുഭൂമി നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം. കിലോമീറ്റർ കണക്കിന് മണലാരണ്യമാണ്. അവിടെ ഒരു പച്ചിപ്പോ ഒരു മരങ്ങളോ മറ്റൊന്നും തന്നെയില്ല. മരുഭൂമിയാണ്, മണലാരണ്യമാണ്. അവിടെ ഒരു റോഡോ ഒരു വഴിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്നതായ വഴികളൊന്നും അവിടെ തിരിച്ചറിയില്ല. മണൽ മാത്രമേ ഉള്ളൂ. മണൽ തന്നെ കാറ്റടിച്ചുകൊണ്ട് നമ്മളൊരു അല്ലെങ്കിൽ ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയിരുന്നാലും ശരി, ചില മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ മണൽക്കാറ്റ് വന്ന് ആ വഴികളെ എല്ലാം മൂടിക്കളയും. നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിയില്ല. മണൽക്കാറ്റും കൊണ്ട് മരുഭൂമിയിൽ എപ്പോഴും ഇങ്ങനെ കുഴികൾ നികന്നും കുഴികൾ പ്രത്യക്ഷപ്പെട്ടും കൊണ്ടിരിക്കും. എന്നാൽ ദൈവം ആ മരുഭൂമിയിൽ ഒരു വഴി സൃഷ്ടിക്കുമ്പോൾ അത് ദൈവത്തിന്റെ മാത്രം അവകാശത്തിലും അധികാരത്തിലും തിരിച്ചറിവിലും ഉള്ളതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എടുത്തു കാണിക്കുകയാണ്. അതിനുശേഷം ദൈവം പറയുന്നു, നിർജ്ജന പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും പാർപ്പില്ലാത്തതായ മരുഭൂമിയിലെല്ലാം മരുഭൂമിയെ പോലെ തന്നെ ചിലയിടങ്ങളിൽ നിർജ്ജനമാണ്. അവിടെ ജനങ്ങളില്ല, ആൾപ്പാർപ്പില്ല, ഒരു വാസങ്ങളും അവിടെ ഇല്ല. എങ്കിലും ദൈവം അവിടെ നദികൾ ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ
അവിടെ പാർക്കുന്നതായ ചില ജനങ്ങളെ നമ്മുടെ ദൃഷ്ടിയിൽ കൂടെ കാണുവാൻ കഴിയത്തില്ല എങ്കിലും ദൈവത്തിന് കാണുവാൻ കഴിയുന്നു. ആ പാർപ്പ് നമ്മൾ ആരും പാർക്കുന്നില്ല എന്ന് നാം ചിന്തിക്കുന്ന ഇടങ്ങളിൽ ചില പാർപ്പുള്ളവരെ, ചില ജാതികളെ, ചില മനുഷ്യരെ, ദൈവം തിരഞ്ഞെടുത്തതായ ചില വ്യക്തിത്വങ്ങളെ അവിടെ ഇവിടായിട്ട് പാർക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നു, ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ദൃഷ്ടിയിൽ മരുഭൂമിയിലെ പെരുവഴികൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം അത് തിരിച്ചറിയുന്നു. അത് തിരിച്ചറിയുന്നതായ ചില വ്യക്തിത്വങ്ങളെ ദൈവം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സത്യം. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്. അവര് മാത്രം ദൈവമുള്ളവരും, അവര് മാത്രം നല്ല ഉപദേശങ്ങളിലുള്ളവരും, അവര് മാത്രം ന്യായപ്രമാണത്തിന്റെ അവകാശികളും, അവര് മാത്രം സ്വർഗത്തിന് അധികാരികളും അവകാശികളും, സ്വർഗസ്ഥലങ്ങളിലെ അനേക സ്ഥലങ്ങളും അവർക്ക് വേണ്ടി തീറെഴുതി വെച്ചിരിക്കുകയാണെന്നുള്ളതായ തെറ്റായ ധാരണ കൊണ്ട് അവർ സകലത്തിനെയും തിരസ്കരിക്കുന്ന മനുഷ്യരായി തീർന്നു. അത് തുടർന്നുള്ളതായ അധ്യായങ്ങളിലൊക്കെ ദൈവം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ ഉള്ളിലുള്ളതായ അഹങ്കാരം, അവരുടെ മധ്യത്തിൽ മാത്രമേ ദൈവമുള്ളൂ എന്നുള്ളതായ ഒരു അഹങ്കാരം അവരെ ഭരിച്ചതിനാൽ അവരെ ലോകത്തിൽ നിന്ദിതരായി അല്ലെങ്കിൽ അപമാനിതരായി പലയിടങ്ങളിലും അവരുടെ ജീവിതത്തിൽ അവർക്ക് തോൽവി അടയേണ്ടതായിട്ട് വന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധരിപ്പിക്കുന്നതായ വിഷയം, അനേക ഇടങ്ങളിൽ നമ്മുടെ ജീവിത സരണിയിൽ, അനേക സന്ദർഭങ്ങളിൽ, പലയിടങ്ങളിലും നമ്മൾ മൗനമായി ഇരിക്കേണ്ടതായ പല സാഹചര്യങ്ങളുമുണ്ട്, പല ഇടങ്ങളുമുണ്ട്. എല്ലാ ചോദ്യങ്ങളും നമുക്കുള്ളതല്ല എന്ന് ദൈവം പറയുകയാണ്. ചിലതെല്ലാം ദൈവത്തിന് മാത്രം മനസ്സിലാകുന്നതും ദൈവം മാത്രം ഗ്രഹിക്കുന്നതുമായ കാര്യം. നോക്കൂ, ഒരു കപ്പലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ജലപാതയെക്കുറിച്ച്, ആ കടൽ പാതയെക്കുറിച്ച് ആ കപ്പൽ നിയന്ത്രിക്കുന്നതായ കപ്പിത്താന് മാത്രമേ അതിനെക്കുറിച്ച് അറിവുള്ളൂ. ആകാശത്തിൽ കൂടെ പറക്കുന്നതായ എയ്റോപ്ലെയിനിൽ നമ്മൾ യാത്ര ചെയ്യാറില്ലേ? പക്ഷെങ്കിൽ ആ ആകാശപാതയെക്കുറിച്ച്, അതിൻ്റെ ഒരു റൂട്ടിനെ കുറിച്ച് നമുക്ക് യാതൊരു വിവരവും ഇല്ല എങ്കിലും ആ പ്ലെയിനിനെ നിയന്ത്രിക്കുന്ന ആ പൈലറ്റിനും അവരുടെ കൂടെയുള്ളതായ ആ സഹ എഞ്ചിനീയറിനും അത് വളരെ നന്നായിട്ട് അറിയാം. ആകാശപാതയെക്കുറിച്ച് അവർക്ക് നല്ലൊരു തിട്ടമുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നവരെങ്കിലും, നമ്മൾ പലയിടങ്ങളിലും നമ്മൾ അതിന്റെ ഫലങ്ങളെ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത പല കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പലയിടങ്ങളിലും നമ്മൾ തോൽവി അടയുന്നതിന്റെ കാരണം നമ്മളെ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, നമ്മളെ പരാമർശിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ മറുപടി കൊടുക്കുന്നതിനാൽ, നമ്മളുടെ ബുദ്ധി അതിനെയൊക്കെ ചെലുത്തുന്നതിനാൽ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പുതുതായി ദൈവം സൃഷ്ടിക്കുന്നതായ പല കാര്യങ്ങളെയും ഗ്രഹിക്കുവാൻ നമുക്ക് കഴിവില്ല എങ്കിലും അവയെ സൃഷ്ടിച്ചവൻ അതിന്റെ പിന്നിൽ കാണുന്നതായ ഉദ്ദേശശുദ്ധികളെ അത് ഗ്രഹിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ആ ദൈവം ചെയ്യുന്നതായ പുതിയ കാര്യങ്ങളിൽ ഒരു പുതിയ കൃപ, അത് മനസ്സിലാക്കാനുള്ള ഒരു പുതിയ കൃപയും അഭിഷേകം ദൈവം നമുക്ക് തരും. ആ പുതിയ പാതകളെ കുറിച്ചും മരുഭൂമിയിലെ വഴികളെ കുറിച്ചും നിർജ്ജന പ്രദേശത്തിലെ നദികളെ കുറിച്ചുമുള്ളതായ ആ സ്രോതസ്സുകളെ കുറിച്ചുള്ളതായ ഒരു അറിവ് നമ്മുടെ പിൻതലമുറകൾക്കും നമുക്കത് കൈമാറുവാൻ കഴിയും. നല്ല ഒരു ഉപദേശം അവർക്കും കൊടുക്കുവാൻ കഴിയും. ആ വഴികളൊക്കെയും നമ്മുടെ ജീവിതത്തിന് ആനന്ദപ്രദവും അനുഗ്രഹവുമായി തീരും. ഗോഡ് ബ്ലെസ് യു.